ഇന്നലെ പറഞ്ഞൊരു വാചകം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. സക്സസ് ഹാസ് മെനി ഫാദേഴ്സ്, ഫെയിലിയർ ഈസ് ഓൾവേസ് ആൻ ഓർഫൻ. ആരോ പറഞ്ഞതാണ്. വലിയൊരു റിയാലിറ്റിയാണ്, ഒരു സത്യമാണ്. നമ്മുടെ ലൈഫിൽ വിജയങ്ങളുണ്ടാവുമ്പോൾ, നമ്മൾ വിജയിക്കുമ്പോൾ അതിൻ്റെ പങ്കുപറ്റാൻ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടാവും. നമ്മളെ സ്തുതിക്കാനും സുഖിപ്പിക്കാനും ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ടാവും. സന്തോഷമുള്ള കാര്യം തന്നെയാണ്, നമുക്കും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പരാജയപ്പെടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫീലിംഗ് നമ്മൾ ഒറ്റപ്പെട്ടു പോയി, ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മുന്നേ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതി ക്ലിയർ ചെയ്ത് ഇന്ന് IAS, IPS, IFS ഒക്കെ ആയിട്ടുള്ള ഒരുവിധം എല്ലാവരും ഈ പറഞ്ഞ ഒരു പ്രോസസ്സിലൂടെ കടന്നു വന്ന ആൾക്കാരാണ്. ഒരുപാട് തവണ തോറ്റ് വിജയിച്ചവരാണ് നമുക്ക് ചുറ്റുമുള്ള ഇന്ന് സർവീസിലിരിക്കുന്ന പലരും. എൻ്റെ തന്നെ പല ബാച്ചസിലെ പല സ്റ്റുഡൻസും, ഇന്ന് സർവീസിലുള്ള പലരും അവർ തുടങ്ങിയപ്പോൾ ഒന്നും അറിയില്ലാത്തൊരവസ്ഥയിൽ നിന്ന് തുടങ്ങിയ ആൾക്കാരാണ്. 10 മാർക്കും 20 മാർക്കും 30 മാർക്കും 40 മാർക്കൊക്കെ വാങ്ങി വന്നവരാണ്. ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നതൊക്കെ മേ ബി ഒരുപാട് അറ്റംപ്റ്റ് കൊടുത്തതിന് ശേഷമാണ് ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ അവരെത്തിയത്. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എത്ര എഴുതിയാലും പ്രശ്നമില്ല, എത്ര തവണ കട്ട് ഓഫിൻ്റെ താഴേക്ക് പോയാലും പ്രശ്നമില്ല, എത്ര തവണ 10, 20, 30, 40 മാർക്ക് വാങ്ങിയാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഈ തോൽവികളെയൊക്കെ തോൽപ്പിച്ച് നിങ്ങൾക്ക് വിജയം വരിക്കാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ നിങ്ങൾ അത് അച്ചീവ് ചെയ്തിരിക്കും. That all depends on your personality, your attitude and of course your hard work. ഇനി ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ നമ്മുടെ പ്രിലിംസ് എക്സാമിനേഷനിലേക്ക്. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു പോയിന്റ്, ഗോഡ് ഹെൽപ്സ് ദോസ് ഹു ഹെൽപ്പ് ദംസെൽസ്. നമ്മളെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് ദൈവം എന്നെ അങ്ങോട്ട് കട്ട് ഓഫ് കയറ്റി വിട്ടോളും, അല്ലെങ്കിൽ പ്രിലിംസ് ക്രാക്ക് ചെയ്ത് വിട്ടോളും എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. ഹിസ്റ്ററി, എക്കണോമി, ജോഗ്രഫി, പോളിറ്റി, എൻവയോൺമെൻറ്റൽ സയൻസ്, സയൻസ് ആൻഡ് ടെക്, കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തിരിക്കണം. CSAT ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തിരിക്കണം. UPSC എക്സാമിനേഷൻ്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് അങ്ങ് ചെയ്തേക്കുക. 100% ഒന്നും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് 65% ആണെങ്കിലും 70% ആണെങ്കിലും ചെയ്തത്രയും ഭംഗിയായിട്ട് ചെയ്യുക. മൾട്ടിപ്പിൾ റിവിഷൻസ് കൊടുക്കുക. സാമാന്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. തോട്ട് വരുന്നത് ഇനിയിപ്പോൾ 30 ദിവസമല്ലേ ഉള്ളൂ, 30 ദിവസം കൊണ്ട് എന്താക്കാനാണ്. പക്ഷേ ചെറുതിനെയും വലുതായിട്ട് കാണാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, കുറേയും കൂടി ബ്രോഡ് മൈൻഡഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കും. 30 ദിവസം എന്ന് പറയുമ്പോൾ 30 രാത്രിയും 30 പകലുമാണ്. എന്ന് വെച്ചാൽ 60 ഡേയ്സ്, 60 ഹാഫ് ഡേയ്സ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ 30 × 24 720 അവേഴ്സ് ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ. സാമാന്യം നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാനും ടെസ്റ്റുകൾ എടുക്കാനും വളരെ കോൺഫിഡൻസോടുകൂടി, ആത്മവിശ്വാസത്തോടു കൂടി ഭംഗിയായിട്ട് റിവിഷൻസ് നടത്തി ടെസ്റ്റ് എടുത്ത് എക്സാം കൊടുക്കാനുമുള്ള നല്ല സമയം ഇനിയും നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇനിയും നിങ്ങൾ തോറ്റുപോയിട്ടില്ല, പിന്നിലായിട്ടില്ല. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കേണ്ട, അവരുടെ പ്രിപ്പറേഷനെയും മാർക്കിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കൂ. യെസ്, വേണ്ടത് മാത്രം, നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചിന്തിക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞേക്കുക. പ്രിപ്പറേഷൻ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഗ്രാഫ് വെച്ച് അനലൈസ് ചെയ്യൂ. ചുറ്റുമുള്ള ആൾക്കാർ എന്ത് ചെയ്തു ചെയ്തില്ല അത് നിങ്ങളെ ബാധിക്കുന്ന കേസേ അല്ല. നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചിട്ടില്ലേ, എക്കണോമി പഠിച്ചിട്ടില്ലേ, ജോഗ്രഫി പഠിച്ചിട്ടില്ലേ, എൻവയോൺമെൻറ്റൽ സയൻസ് പഠിച്ചിട്ടില്ലേ, സയൻസ് പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചോളൂ. സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചോളൂ. പറ്റാവുന്നത്രയും നല്ല രീതിയിൽ റിവിഷൻസ് ചെയ്തോളൂ, ടെസ്റ്റുകൾ എടുത്തോളൂ. CSAT, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും കോംപ്രിഹെൻഷനൊക്കെ കൂടിയ ഒരു പോർഷൻ ഉണ്ട്, പ്രാക്ടീസ് ചെയ്തോളൂ. അപ്പോൾ ഇവിടെ എക്സാമിനേഷൻ എന്നുള്ളൊരു എലമെൻറ്റ്, പ്രിലിംസ് എക്സാം ക്ലിയർ ചെയ്യുന്ന മെജോറിറ്റി ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു 65%, 75% നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൽ നല്ലോണം റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ 100% മാർക്സ് വേണമെന്ന് UPSC വാദിക്കുന്നില്ല. 50%, 60% ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്തു പ്രിലിംസ്.
അതിൻ്റെ സെക്കൻഡ് പേപ്പർ 33% അത് ക്വാളിഫയിങ് പേപ്പറാണ്. 33% ഉണ്ടെങ്കിൽ CSAT ക്ലിയർ ചെയ്തു എന്ന് വെച്ചാൽ 267 മാർക്ക് മതി. ഇനി CSATലേക്ക് വരുമ്പോൾ വാട്ട് ഐ വുഡ് സേ ഈസ് ലൈക്ക് CSAT എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതിനെ ബ്രോഡ്ലി നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, കോംപ്രിഹെൻഷൻ എന്നിങ്ങനെ പറഞ്ഞ 3 വിഭാഗങ്ങളുണ്ട്. 80 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 2.5 മാർക്ക് വെച്ചിട്ടാണ്. ശരിയല്ലേ? 1/3 അതിൽ കട്ട് ഓഫ് നെഗറ്റീവ് മാർക്കുണ്ട്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്കുണ്ട്. ടോട്ടൽ 200 മാർക്സാണ്, 80 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 2.5 മാർക്ക് വെച്ചാണ്. അതിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും മേ ബി ഒരു 30% അല്ലെങ്കിൽ ഒരു 30 ക്വസ്റ്റ്യൻസ് ഇറ്റ്സ് മേ ബി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ, 20 ക്വസ്റ്റ്യൻസ് നമ്മുടെ റീസണിങ് ആണെങ്കിൽ, പിന്നെ ഒരു 30 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോംപ്രിഹെൻഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25 to 30 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും UPSC CSATൽ കോംപ്രിഹെൻഷൻ സൈഡിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കോംപ്രിഹെൻഷൻ ഞാൻ ഒഴിവാക്കട്ടെ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള സിംഗിൾ മറുപടി ഇതാണ്. നമ്മുടെ CSATൻ്റെ ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ 35 to 40% ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് കോംപ്രിഹെൻഷനാണ്. അതിന് അത്രത്തോളം വെയിറ്റേജ് ഉണ്ട്. ഒരു 30 ക്വസ്റ്റ്യൻസ് നമുക്ക് ഔട്ട് ഓഫ് 80 ഒരു 30 ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അത് കൈവെടിയുന്നത് ഭയങ്കരമായ ഒരു മണ്ടത്തരമായിരിക്കും. കാരണം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. റീസെൻ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് വളരെ ട്രിക്കിയസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് UPSC ചോദിക്കുന്നത്. അപ്പോൾ കോംപ്രിഹെൻഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ഇനി കോംപ്രിഹെൻഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക. കോംപ്രിഹെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ വിജ്ഞാനം അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ ഭാഷാ പാണ്ഡിത്യം അളക്കാനുള്ള ഒരു സംഭവം എന്നല്ല ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അനാലിറ്റിക്കൽ സ്കിൽസ്, നിങ്ങളുടെ റീസണിങ്, നിങ്ങളുടെ ലോജിക്കൽ ഡിഡക്ഷൻ അതൊക്കെ ഒന്ന് അളക്കുക. നിങ്ങളൊരു സംഭവം വായിച്ച് മനസ്സിലാക്കി എങ്ങനെ അതിനെ ഇൻഫർ ചെയ്യുന്നു, എങ്ങനെ അതിനെ കൺക്ലൂഡ് ചെയ്യുന്നു, എങ്ങനെ അതിൽ നിന്നൊരു ലോജിക്കൽ ഡിഡക്ഷൻ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കോംപ്രിഹെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വായിക്കുക, മനസ്സിലാക്കുക, അതിനെ ആൻസർ ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് ഹൈ വൊക്കാബുലറി വേണമെന്നോ ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് വേണമെന്നോ ഒന്നും നിർബന്ധമില്ല. നൗ ഇവിടെ ക്വസ്റ്റ്യൻസ് സാധാരണ നിങ്ങൾക്കറിയാം, പാസേജസ് തന്നിട്ടുണ്ടാവും, പാസേജസിൻ്റെ താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൻ്റെ ചോയ്സസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ചോയ്സസ് ഉണ്ടാവും. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ പിക്ക് ചെയ്യുക. വായിച്ച പാസേജിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ചോയ്സിൽ നിന്ന്, തന്നിരിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സസിൽ നിന്ന് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വളരെയധികം ജനറലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് എപ്പോഴും അപകടകരമാണ്. വളരെ ജനറലൈസ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ്റെ ഒരു പർട്ടിക്കുലർ അവസ്ഥയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു, ഇന്ത്യയുടെ ക്ലൈമറ്റോളജിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു. ചോയ്സിൽ ചിലപ്പോൾ ഗ്ലോബൽ ക്ലൈമറ്റോളജിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഓക്കെ, മേ ബി ഒരു ഇന്ത്യൻ എക്കണോമീൻ്റെ ഒരു പർട്ടിക്കുലർ റിസഷൻ അവസ്ഥയെക്കുറിച്ച് മാത്രം പറയുന്നു, അതൊരു ഗ്ലോബൽ റിസഷനെ കുറിച്ചായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനറലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് മോസ്റ്റ്ലി അപകടകാരിയാണ്. അതിനെ കൊക്കയിൽ തള്ളിയിട്ടേക്കുക. ഓക്കെ, അത് മോസ്റ്റ്ലി നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. നൗ സൊല്യൂഷൻ, പോസിബിലിറ്റി, ന്യൂട്രൽ, റാഷണൽ സൊല്യൂഷൻസ്, ഈ ചോയ്സസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു സോ കോൾഡ് എന്താ പറയുക, എൻവയറമെൻ്റൽ ഇഷ്യൂ റിലേറ്റഡ് പാസേജസ് ദർ, ഓർ മേ ബി സം സോഷ്യൽ പ്രോബ്ലം റിലേറ്റഡ് പാസേജസ് ദർ, എക്കണോമിക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് പാസേജസ് ദർ, ഓർ മേ ബി സംതിങ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിലേറ്റഡ് പാസേജസ് ദർ, ഓർ സംതിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ലൈക്ക് സം സൈക്കോളജി ഓർ ഫിലോസഫി റിലേറ്റഡ് പാസേജസ് ദർ. എനി പാസേജസ് മോസ്റ്റ്ലി ഓതറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും, അവിടെ ചോദിച്ചിട്ടുണ്ടാവും, കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. പലപ്പോഴും ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോയ്സ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. വളരെ ന്യൂട്രൽ സ്റ്റാൻഡിലുള്ള ഒരു ചോയ്സ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. വളരെ റാഷണൽ ആയിട്ടുള്ള ലൈക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന, ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ ചോയ്സ് ആയിരിക്കും ചിലപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എപ്പോഴും അതൊരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആവാം, അതൊരു ഫോർവേഡ് ലുക്കിംഗ് ആവാം, കോൺസ്റ്റിറ്റ്യൂഷണൽ ആവാം, അതൊരു ഹയർ പ്രോബബിലിറ്റി ആവാം, പോസിബിലിറ്റി ആവാം, അതൊരു ന്യൂട്രൽ സ്റ്റേറ്റ്മെൻ്റ് ആവാം, അതൊരു റാഷണൽ ഐഡിയ ആവാം. ഇങ്ങനെയൊക്കെയാണ് മോസ്റ്റ്ലി ചോയ്സസിൻ്റെ അല്ലെങ്കിൽ ബെസ്റ്റ് ആൻസേഴ്സിൻ്റെ ക്വാളിറ്റി ട്രേറ്റ്സ് വരുന്നത്. ഓക്കെ, ഇനി വളരെ നെഗറ്റീവായിട്ടുള്ള വായിച്ച പാസേജിൽ പറഞ്ഞ ഓതർ പറഞ്ഞതിനേക്കാളൊക്കെ വേറൊരു തലത്തിൽ ചിന്തിക്കുന്ന നെഗറ്റീവായിട്ടുള്ള, ഇറേഷണൽ ആയിട്ടുള്ള, സ്റ്റുപ്പിഡ് ആയിട്ടുള്ള, ആൻറ്റി ഗവൺമെൻറ്റൽ ആയിട്ടുള്ള, ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള, ആൻറ്റി ഹ്യൂമൻ ആയിട്ടുള്ള ചോയ്സസ് ഒരിക്കലും ആൻസേഴ്സ് ആയിട്ട് വരാറില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചിലപ്പോഴുണ്ടാവും ലൈക്ക് എന്താ പറയുക,
തെക്കോട്ടും വടക്കോട്ടും കിടക്കുന്ന പാസേജും ചോയ്സും. മേ ബി പാസേജ് എന്തിനെക്കുറിച്ച് പറയുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറെന്തോ ചോയ്സിൽ പറയുന്നു. അല്ലെങ്കിൽ പാസേജിൽ ഒന്നും പെടാത്ത, ഒന്നും പറയാത്തൊരു കാര്യമായിരിക്കും ചോയ്സിൽ വരുന്നത്. അങ്ങനെയുള്ളതൊക്കെ യൂഷ്വലി തെറ്റാറുള്ളതാണ്. അപ്പോൾ അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് എക്സ്ട്രീം സ്റ്റാൻഡാണ്. എക്സ്ട്രീം സ്റ്റാൻഡ് എടുക്കുന്ന ചില ചോയ്സസ് ഉണ്ടാവും. അതിനുവേണ്ടി ചില കീവേഡ്സും അതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പം ലൈക്ക് ഓൾ ദ ലൈക്ക് വിമൻ ഓഫ് ഇന്ത്യ, ഓൾ ദ മെൻ ഓഫ് ഇന്ത്യ, ഓർ ഓൾ ടീച്ചേഴ്സ് ഓഫ് കേരള, ഓർ മേ ബി ഓൾ ആസ്പിറൻസ് ഓഫ് UPSC. യു സീ ദാറ്റ്. ഐ മീൻ ഭയങ്കര, ഐ മീൻ എല്ലാവരും ഇങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്, ഇത് മുഴുവൻ ഇങ്ങനെയാണ്, ഓൾ, ഓൾവേസ്, നൺ, അബ്സല്യൂട്ട്ലി, കംപ്ലീറ്റ്ലി. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ടുള്ള ചില എക്സ്ട്രീം സ്റ്റാൻഡിലേക്ക് പോകുന്ന, എക്സ്ട്രീം സൊല്യൂഷൻസിലേക്ക് പോകുന്ന ചില എക്സ്ട്രീം വേർഡ്സ്, എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ്സ് മോസ്റ്റ്ലി തെറ്റാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും അങ്ങനെ ആയിക്കോണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അതുപോലെ തന്നെ സെൽഫ് ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള കോംപ്ലസൻസിയിലേക്ക് ലീഡ് ചെയ്യുന്ന ചില പാസേജസ്, ചില ചോയ്സസ് തെറ്റാനുള്ള സാധ്യതയുണ്ട്. മോസ്റ്റ്ലി ആൻസറായിട്ട് കൊടുക്കുന്ന ചോയ്സസിൻ്റെ പ്രത്യേകത നമ്മൾ സ്ഥിരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വളരെ സിമ്പിൾ ആയിരിക്കും. വേണ്ട കാര്യങ്ങൾ കുറിക്കൊള്ളുന്ന രീതിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതേസമയം തെറ്റിക്കാൻ വേണ്ടിയിട്ടിരുന്ന ചോയ്സസ് ഒക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വളരെ കോമ്പൗണ്ട് ആയിട്ടുള്ള ചോയ്സസ് ആയിരിക്കും മോസ്റ്റ്ലി വരാറുള്ളത്. അപ്പോൾ ഇതൊക്കെ ജനറൽ ഐഡിയാസ് ആണ്, ഇതൊരു ജനറൽ റൂളാണ്. ഇവിടെ പാസേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് റീസണിങ് സ്കില്ലുണ്ടോ, നിങ്ങൾക്ക് ലോജിക്കലി ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ, കൃത്യമായിട്ടുള്ള ഡിസിഷൻ മേക്കർ ആവാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെയാണ് പാസേജസിലൂടെ നമ്മുടെ കോംപ്രിഹെൻഷണൽ സ്കില്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. നൗ പാസേജസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങൾ കോംപ്രിഹെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പാസേജിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിനും ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ പാസേജിൻ്റെ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ചോയ്സസ് ആദ്യം ഒന്ന് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പാസേജിൽ ഞാൻ എന്തിനെയാണ്, ക്യാ ചീസ് के लिए ढूंढना चाहिए, आपकी जो पैसेज है, पैसेज में किस चीज़ के लिए आप ढूंढना चाहिए, कहाँ पे आप फोकस देना चाहिए, नहीं देना चाहिए, यू नो, स्किमिंग ऑफ द पैसेज, जो चीज़ आपको चाहिए, I mean എന്താണോ പാസേജിൽ വേണ്ടത്, പാസേജിൽ എന്തിലാണോ ഫോക്കസ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു അവബോധം സൃഷ്ടിക്കാൻ ആദ്യം ക്വസ്റ്റ്യനും ചോയ്സസും വായിക്കുന്നത് സഹായിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ UPSCൻ്റെ CSAT ചെയ്യുമ്പോൾ, കോംപ്രിഹെൻഷനിലേക്ക് വരുമ്പോൾ, ഇറ്റ് ഈസ് ഓൾവേസ് നൈസ് ടു റീഡ് ദ ചോയ്സസ്, ക്വസ്റ്റ്യൻ ആൻഡ് ചോയ്സസ് ഫസ്റ്റ്, ദെൻ യു ഗോ ബാക്ക് ടു ദ പാസേജ്. ഓക്കെ, സോ കോംപ്രിഹെൻഡ് ദ പാസേജ് അക്കോർഡിംഗ് ടു ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനും ചോയ്സസും ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ഉൾക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ പാസേജ് കോംപ്രിഹെൻഷൻ. നൗ അതിനെ ബോട്ടം അപ്പ് സ്ട്രാറ്റജി എന്നും വിശേഷിപ്പിക്കുന്നു. ബോട്ടം, ക്വസ്റ്റ്യൻ ചോയ്സസ് ആദ്യം വായിച്ച് പിന്നെ പാസേജിലേക്ക് പോകുന്നു. അതൊരുപാട് സമയം സേവ് ചെയ്യും. നൗ പാസേജസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു 30 ക്വസ്റ്റ്യൻസോളം ഉണ്ടാവും, മൾട്ടിപ്പിൾ പാസേജസ് ഉണ്ടാവും. പാസേജസിൽ ഫിലോസഫിക്കൽ പാസേജസ് ഉണ്ടാവും, ഹൈപ്പോത്തറ്റിക്കൽ പാസേജസ് ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് പാസേജസ് ഉണ്ടാവും, പല ടൈപ്പ് ഓഫ് ലൈക്ക് പാസേജസ് ഉണ്ടാവും. പാസേജസിൽ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ആദ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ പാസേജസും ക്വസ്റ്റ്യൻസും ആദ്യം ചെയ്യുക. ഏറ്റവും ടഫായിട്ടുള്ളത് അവസാനം ട്രൈ ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, നൗ സി സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏറ്റവും രസമുള്ളത് ഇൻഫറൻസ് ക്വസ്റ്റ്യൻസ്. അത് എന്നുവെച്ചാൽ ഡയറക്റ്റ്ലി പാസേജിൽ തന്നിട്ടില്ല, പക്ഷേ ഡയറക്റ്റ്ലി പാസേജിൽ തന്നിരിക്കുന്നതിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുകയാണ്. ദറ്റ് ഈസ് ഇൻഫറൻസ് ക്വസ്റ്റ്യൻസ് ആർ ദർ, അസംഷൻ ക്വസ്റ്റ്യൻസ് ആർ ദർ, ഒപ്പീനിയൻ ക്വസ്റ്റ്യൻസ് ആർ ദർ, ഓർ ദിസ് കൊറോളറി, കോൺസിക്വൻസസ്, ഔട്ട്കം, ക്വസ്റ്റ്യൻ ആസ്കിംഗ് ഫോർ ഔട്ട്കം, കൊറോളറി ക്വസ്റ്റ്യൻസ് ആർ ദർ, ക്രാക്സ്, മെയിൻ ഐഡിയ ക്വസ്റ്റ്യൻസ് ആർ ദർ. സോ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ്, പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ലൈക്ക് ട്രാക്കിലേക്ക് നിങ്ങൾ വീഴുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നൗ സി, എപ്പോഴും പാസേജിൽ ശ്രദ്ധിക്കുക. പാസേജിൽ ഒരിക്കലും നമ്മുടെ എന്താ പറയുക, നമ്മൾ like for example a passage which is related to a particular issue, the issue is something which is related to maybe like ഒരു environmental issue, suppose you imagine, like something which is related to education or something which is related to India's international policies. അപ്പോൾ ആ പാസേജിൽ ആ ഫസ്റ്റ് ലൈൻ തൊട്ട് ലാസ്റ്റ് ലൈൻ വരെ തന്നിരിക്കുന്ന കാര്യങ്ങളെ മാത്രം ബേസ് ചെയ്ത് അത് മാത്രം മനസ്സിലാക്കി നിങ്ങൾ ആൻസർ ചെയ്താൽ മതി.
അല്ലാണ്ട് ഇൻ്റർനാഷണൽ റിലേഷൻസ് നിങ്ങൾ GS2 പഠിക്കുന്ന കംപ്ലീറ്റ് സിലബസ് അരച്ച് കലക്കി കുടിച്ച് പഠിച്ച് അതിൻ്റെ സ്റ്റാറ്റിക്കും കറണ്ട് അഫയേഴ്സും പഠിച്ച ആ നോളജ് പാസേജിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത്. അത് മണ്ടത്തരമാണ്. പാസേജിൻ്റെ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആ പാസേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മാത്രം ബേസ് ചെയ്ത് നിങ്ങൾ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡോണ്ട് അപ്ലൈ യുവർ പ്രയർ നോളജ് ഇൻ ടു പാസേജ്. ഓൺലി ഓൾവേസ് or all, every, never, exclusively, absolutely, completely ഇങ്ങനത്തെ കീവേഡ്സ് ഒക്കെ തരുന്ന ചോയ്സസ് വരുമ്പോൾ കീപ്പ് ആൻ ഐ ഓൺ ദാറ്റ് പർട്ടിക്കുലർ ചോയ്സസ്. ഓക്കെ, സംതിങ് ഫിഷി ആ ഒരു തോട്ട് ഉണ്ടാവണം. പലപ്പോഴും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിക്കുക എന്നൊരു പർപ്പസ് വെച്ചിട്ടായിരിക്കും യെസ് ഇങ്ങനെയുള്ള കീവേഡ്സ് ഒക്കെ UPSC ചിലപ്പോൾ ആ ചോയ്സിൽ ഇടുന്നത്. അപ്പോൾ അങ്ങനത്തെ ചോയ്സസ് വരുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ഓക്കെ, നൗ ദ ഓതേഴ്സ് ഒപ്പീനിയൻ. ഇവിടെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ്, പാസേജിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും ആ ഓതറുടെ ഒപ്പീനിയൻ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ ഓതർ എങ്ങനെയാണ് ഒരു കാര്യത്തെ സമീപിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇൻഫറൻസ് ചോദിക്കുക, അസംഷൻ ചോദിക്കുക, അല്ലെങ്കിൽ മെയിൻ ഐഡിയ ചോദിക്കുക, അല്ലെങ്കിൽ കൊറോളറി ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ആക്ച്വലി എന്താണ് ആ ഓതർ അവിടെ കൺവേ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കണം. നെവർ യൂസ് GS ഓൺ RC എന്ന് വെച്ചാൽ GS 1, 2, 3 പഠിച്ച നോളജ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്, പെട്ടുപോകും. ഓക്കെ, ആൻഡ് ഓൾസോ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറേഷണൽ ആയിട്ടുള്ള, ഇല്ലോജിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആൻറ്റി ഗവൺമെൻറ്റൽ ആയിട്ടുള്ള അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് അപ്പാടെ ഒഴിവാക്കാം. ഈവൻ പാസേജ് വായിക്കുന്നതിന് മുമ്പ് തന്നെ ഒഴിവാക്കാം. ദെൻ പ്രാക്ടീസ് ഇൻ എ ടൈം ടു സെറ്റിംഗ്. ഇവിടെ ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട എലമെൻ്റ് എന്ന് പറയുന്നത്, ആപ്റ്റിറ്റ്യൂഡ് ടഫായി കഴിഞ്ഞാൽ, റീസണിങ് ടഫായി കഴിഞ്ഞാൽ കോംപ്രിഹെൻഷൻ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യും. സോ ഇവിടെ ടൈമിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കോംപ്രിഹെൻഷന് കൊടുക്കുന്ന സമയവും റീസണിങ്ങിന് കൊടുക്കുന്ന സമയവും അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് കൊടുക്കുന്ന സമയം പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇത്ര മിനിറ്റിൽ ഞാൻ കോംപ്രിഹെൻഷൻ ചെയ്യും, ഇത്ര മിനിറ്റിൽ ഞാൻ റീസണിങ് ചെയ്യും, ഇത്ര മിനിറ്റിൽ ഞാൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ചെയ്യും. അങ്ങനെ പ്രാക്ടീസ് ചെയ്തോളൂ. കാരണം അൾട്ടിമേറ്റ്ലി 2 മണിക്കൂറേ നമുക്ക് ഫൈനൽ എക്സാമിന് കിട്ടുള്ളൂ. സോ ഒബ്വിയസ്ലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഒരു ടൈം ബൗണ്ട് മാനറിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുക. ഓക്കെ, നോ ചില കീവേഡ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഞാൻ ആക്ച്വലി എൻ്റെ കോംപ്രിഹെൻഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഗാലൻ്റ് IASൻ്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണുക. അതിൽ ഒരുപാട് പ്രാക്ടീസ് സെഷൻസും സ്ട്രാറ്റജി സെഷൻസും സൊല്യൂഷൻസ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് മോർ ദാൻ സഫിഷ്യൻറ്റ് ടു ടാക്കിൾ ദിസ് കോംപ്രിഹെൻഷൻ പാർട്ട് ഓഫ് CSAT. ഓക്കെ, ഇൻഫാക്ട് ദേ ആർ പ്രൂവൺ സ്ട്രാറ്റജീസ് ഐ ഷെയർഡ് ദർ. സോ അത് നിങ്ങൾക്ക് കാണാം. സോ ഇവിടെ അസംഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്, ക്വസ്റ്റ്യൻ അസംഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ അസംഷൻ ഈസ് ന്യൂ ഇൻഫർമേഷൻ ബട്ട് ഇൻഫറൻസ് ഈസ് ലോജിക്കലി ഡിഡക്റ്റഡ് ഫ്രം എനി ഗിവൺ ഇൻഫർമേഷൻ. സോ അസംഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അസംഷൻ ഒരു പക്ഷേ അവിടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. അതൊരു ന്യൂ പീസ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും. പക്ഷേ തന്നിരിക്കുന്ന സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പക്ഷേ ഇൻഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾറെഡി ദർ, ഡയറക്റ്റ്ലി തന്നിട്ടില്ലെന്നേ ഉള്ളൂ, അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സും കേസ് സ്റ്റഡീസും എവിഡൻസസും ആയിട്ടായിരിക്കും പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവിടെ ഓൾറെഡി ഉണ്ട്. സോ ഓൾറെഡി തന്നിരിക്കുന്ന ആ ഒരു ഇൻഫർമേഷനിൽ നിന്ന് നമ്മളൊരു ലോജിക്കൽ ഡിഡക്ഷൻ എടുക്കുന്നു, ലോജിക്കൽ കൺക്ലൂഷൻ എടുക്കുന്നു. ഓക്കെ, നൗ സീ ഇൻഫറൻസ് മസ്റ്റ് ബി ട്രൂ ഇഫ് ദ ഗിവൺ ഇൻഫർമേഷൻ ഈസ് ട്രൂ. ആ പാസേജിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ ഇൻഫറൻസ് ശരിയായിരിക്കും. ഇൻഫറൻസ് ശരിയാണെങ്കിൽ ആ തന്നിരിക്കുന്ന പാസേജിൽ കൺവേ ചെയ്തിരിക്കുന്ന സംഭവം ശരിയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ അസംഷൻ എന്ന് പറയുന്നത് യെസ്, അത് ഒരു സാധനത്തെ നമ്മൾ ശരിയായിട്ട് ഉൾക്കൊള്ളുന്നു, അതിനൊരു വ്യക്തമായിട്ടുള്ള സോളിഡ് പ്രൂഫ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. തന്നെയല്ല, അസംഷൻ എന്ന് പറഞ്ഞത് കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നു, അതിൻ്റെ ബേസിസിൽ നമ്മളൊരു പുതിയൊരു ഇൻഫർമേഷൻ, ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. അതിന് പ്രൂഫ് വേണമെന്ന് പോലും നിർബന്ധമില്ല. മനസ്സിലായോ? പക്ഷേ ഇൻഫറൻസ് ഈസ് ഓൾവേസ് ദർ. അത് എക്സ്പ്ലിസിറ്റ്ലി തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഇംപ്ലിസിറ്റ് ആയിട്ട് ഡിഡക്റ്റ് ചെയ്യുന്ന ലോജിക്കൽ കൺക്ലൂഷനാണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് തലങ്ങളുണ്ട്. ഇൻഫാക്റ്റ് പല വീഡിയോസിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നൗ ക്രക്സ് എന്ന് പറയുന്നത് അതിൻ്റെ സെൻട്രൽ ഐഡിയ ആണ്. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഫൈനൽ ഔട്ട്കം ആണ്. ആൻഡ് യു സീ ദാറ്റ് കൊറോളറി എന്ന് പറയുന്നത് റിസൾട്ടാണ്. അപ്പോൾ ഈ കീവേഡ്സിനെ കുറിച്ചും ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കീവേഡ്സ് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കൂ. ദാറ്റ് വിൽ ഹെൽപ്പ് യു ലോട്ട്. ഓക്കെ, കാരണം ഇൻഫറൻസ് ചോദിച്ചാൽ അവിടെ നിങ്ങൾ അസംഷൻ പോയി പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവും. അതുപോലെ അസംഷൻ ചോദിച്ചാൽ അവിടെ ഇൻഫറൻസ് പോയി പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മെയിൻ ഐഡിയ ചോദിക്കുന്നു, നിങ്ങളവിടെ ഔട്ട്കമിനെ കുറിച്ച് എഴുതുന്നു, തെറ്റിപ്പോവും. സോ ആ കീവേഡ്സ് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം പ്രാക്ടീസ് ചെയ്ത് തന്നെ ശീലിക്കുക. നൗ ലെറ്റ്സ് ഗോ ഫോർ വൺ പാസേജ്. ഈ പാസേജ് നിങ്ങളൊന്ന് വായിച്ചോളൂ. ഓൾ ഓഫ് യു പ്ലീസ് റീഡ് ദിസ് പാസേജ്
പാസേജ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത്? പാസേജ് ഒന്ന് വായിച്ചു നോക്കൂ. Globally, domestic violence affects 1 in every 3 women who have ever been with a partner. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസേജ് ആദ്യം വായിക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനും അതിൻ്റെ ചോയ്സസും വായിച്ചിട്ട് പാസേജിലേക്ക് പോവാം. ലെറ്റ് us go for the question and choices first. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബെസ്റ്റ് ഇംപ്ലൈഡ് ഇൻ ദ പാസേജ്? what is best implied in the passage? Implied, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, yes, imply, indicating, pointing towards something that is not explicitly stated. Okay. അപ്പോൾ ഡയറക്റ്റ്ലി അവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഡയറക്റ്റ്ലി കുറേ സാധനങ്ങൾ പറഞ്ഞതിൽ നിന്ന് നമ്മൾ തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്ന ഒരു ഇൻഫർമേഷനാണ്, ആക്യുറേറ്റ് ഇൻഫർമേഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ. Marital property laws help lower divorce cases. Marital property laws help lower divorce cases. പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മാരിറ്റൽ പ്രോപ്പർട്ടി ലോസ്, അത് ഏത് കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി ലോസ് ആണ്? Marital property laws in favor of men or women? ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി ജനറലൈസ്ഡ് ആണ്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആൻസർ ആവാൻ ഒരു സാധ്യതയില്ല. Then see, domestic violence is the end of the marital life. Domestic violence is the end of the marital life. Women who have a considerable right over property are least likely to become victims of domestic violence. എന്തോ ഒരു പരിധി വരെ അതിന് കുറച്ച് സെൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചും കൂടി സെൻസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. Men fail to treat women respectfully. അതും ജനറലൈസ്ഡ് ആണ്. ഇനി നമുക്ക് ആൻസറിലേക്ക് സംതിങ്, ഇത് എനിക്ക് തോന്നുന്നു സംതിങ് റിലേറ്റഡ് ടു പ്രോപ്പർട്ടി റൈറ്റ്, സംതിങ് റിലേറ്റഡ് ടു ഡൊമസ്റ്റിക് വയലൻസ്, സംതിങ് റിലേറ്റഡ് ടു വിമൻ മെൻ ഇക്വാലിറ്റി ഇഷ്യൂസ്, ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റിയുള്ളൊരു പാസേജാണ്, അല്ലെങ്കിൽ അത് സംതിങ് അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പാസേജാണ്. നൗ ഐ ഗോ ബാക്ക് ടു ദ പാസേജ്. യു സി, globally, domestic violence affects 1 in every 3 women who have ever been with their partner. Domestic violence is the most common crime faced by women in India. In such situations, marital property laws that allow a woman a substantial share of assets bolster her ability to negotiate and or leave abusive situations. This all is true irrespective of whether she ultimately divorces her abusive partner, states the study. Such rights also increase women's condemnation of domestic violence, promoting a shift in societal norms that perpetuate violence against women, concludes the study. In contrast, property laws that leave women vulnerable when living a marriage render them more prone to abuse and fail to challenge attitudes about acceptable treatment. So, this is exactly the passages. ആ ഒരു പാസേജിനെ ബേസ് ചെയ്ത് ഞാൻ ആൻസർ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ എന്നോട് ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ബെസ്റ്റ് ഇംപ്ലൈഡ് ഇൻ ദ പാസേജ്, അതിനെ ബേസ് ചെയ്ത് ഞാൻ ആൻസറിലേക്ക് പോകുമ്പോൾ മാരിറ്റൽ പ്രോപ്പർട്ടി ലോസ് ഹെൽപ്പ് ലോവർ ഡിവോഴ്സ് കേസസ്. മാരിറ്റൽ പ്രോപ്പർട്ടി ലോസ് ഹെൽപ്പ് ലോവർ ഡിവോഴ്സ് കേസസ്. നമുക്കത് ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റുമോ ഇവിടുന്ന് പാസേജിൽ നിന്ന്? നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കൂ. This holds true irrespective of whether she ultimately divorces her abusive partner, states the study. Such rights increases women's condemnation of domestic violence, promoting a shift in societal norms that perpetuate violence against women, concludes the study. In contrast, property laws that leave women vulnerable when living a marriage render them more prone to abuse and fail to challenge attitudes about acceptable treatment. Okay. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം ഇവിടെ ഒരു എക്സ്ട്രാ എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും കോണ്ടസ്റ്റിനെ സ്യൂട്ട് ചെയ്യുന്നില്ല എന്നത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. മാരിറ്റൽ പ്രോപ്പർട്ടി ലോസ് ഹെൽപ്പ് ലോവർ ഡിവോഴ്സ് കേസസ്. ഓക്കെ, അപ്പോൾ അത് കോമ്പിനേഷൻ ഈസ് ബിറ്റ്വീൻ മാരിറ്റൽ പ്രോപ്പർട്ടി ലോസ് ആൻഡ് ലോവറിംഗ് ഡിവോഴ്സ് കേസസ്, or it is directly linked with the divorce cases or domestic violence. One question. Second is like what type of the marital laws, marital property laws. ഓക്കെ, അപ്പോൾ പലതും കൺഫ്യൂസ്ഡ് ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് അതിന് പൂർണ്ണത കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് വീണ്ടും വീണ്ടും ഉള്ളിൽ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ചോയ്സ് തെറ്റാണ് എന്നുള്ളതാണ്. ഓക്കെ, നൗ സി, ഡൊമസ്റ്റിക് വയലൻസ് ഈസ് ദ എൻഡ് ഓഫ് ദ മാരിറ്റൽ ലൈഫ്. അങ്ങനത്തെ ഒരു സംഭവത്തെക്കുറിച്ച് ഓദർ ഇതിൽ പ്രതിപാദിക്കുന്നില്ല. അങ്ങനെ ഒരു എക്സ്ട്രീം സ്റ്റാൻഡ് അദ്ദേഹം അതിൽ തരുന്നില്ല. ഓക്കെ, കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ചോയ്സ് പറഞ്ഞിരുന്നത് എന്താണ്, നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി മാത്രം മതി. ഓക്കെ, നൗ വിമൻ ഹു ഹാവ് കൺസിഡറബിൾ റൈറ്റ് ഓവർ എ പ്രോപ്പർട്ടി
are least likely to become victims of domestic violence. Men fail to treat women respectfully. അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു പാസേജിൽ ഡിസ്കസ് ചെയ്ത മെയിൻ ഐഡിയയിൽ നിന്ന് എന്താ പറയുക നമ്മൾ വലിച്ചെടുക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ഈ ഇൻഫറൻസ് അല്ലെങ്കിൽ ഇംപ്ലൈ എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒബിയസ്ലി ഡി എനിക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ കയ്യിൽ ആകെയുള്ള ചോയ്സ് എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ പലപ്പോഴും ചോയ്സസ് പാസേജസ് എത്ര കോംപ്ലിക്കേറ്റഡും ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പാസേജസും ആയിക്കോട്ടെ, അതിൻ്റെ സെൻട്രൽ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ചോയ്സസിനെ ഒരു സസൂക്ഷ്മം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ്. പലപ്പോഴും പല ചോയ്സസും മണ്ടൻ ചോയ്സസ് ആയിരിക്കും, പർപ്പസ്ഫുള്ളി തെറ്റിക്കാൻ വേണ്ടി മാത്രം തരുന്ന ചോയ്സസ് ആയിരിക്കും. ഓക്കെ, ഒന്ന് ക്ലിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. There is a second question based on the passage given above, the following assumptions being made. So assumption eppoഴും ശ്രദ്ധിക്കുക. Assumption is, yes, that is what is assumed to be true. Okay, a new piece of information given on the ideas and informations. Okay, now see, rights that provide married women a certain share of assets might help them lead a dignified life. Social norms that preserve domestic violence must be abolished lawfully. പാസേജ് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് രണ്ട് സംഭവങ്ങളും അസ്യൂം ചെയ്യാൻ പറ്റും. ഇൻഫാക്റ്റ് രണ്ട് അസംഷനും ഇവിടെ ശരിയാണ്. സോ ദാറ്റ് ഐ വിൽ ഗോ ഫോർ സി. ഓക്കെ, ഇനി മറ്റൊരു പാസേജ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓൾദോ ദ ലോ പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഇൻ ദ വർക്ക് പ്ലേസ്, വിമൻ ആർ പെയ്ഡ്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നു രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ പാസേജ് ആദ്യം വായിക്കൂ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനും ചോയ്സും വായിച്ചതിന് ശേഷം പാസേജിലേക്ക് വരൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് ലോജിക്കൽ റാഡിക്കൽ ഇൻഫറൻസ് ഫ്രം ദ പാസേജ്. ഇൻഫറൻസ് എപ്പോഴും ഞാൻ പറഞ്ഞു, യെസ്, ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ പാസേജിൽ പറഞ്ഞിരിക്കുന്ന സെയിം കാര്യങ്ങൾ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻഫറൻസ് ആകത്തില്ല. ഇൻഫറൻസ് എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ്ലി തന്നിരിക്കുന്ന ഇൻഫർമേഷൻ്റെ ബേസിസിൽ നമ്മൾ ഇൻഫർ ചെയ്തെടുക്കുന്ന ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്, ലോജിക്കൽ ഡിഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെയിം ടു സെയിം സാധനം നമ്മൾ ചോയ്സിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻഫറൻസ് അല്ല. ശരിയല്ലേ? തന്നിരിക്കുന്ന ഇൻഫർമേഷൻ്റെ ബേസിസിൽ നമ്മളായിട്ട് കണ്ടെത്തുന്ന ഒരു ലോജിക്കൽ കൺക്ലൂഷൻ ആവാം ഇൻഫറൻസ്. നൗ, ഓൾദോ the law prohibits discrimination in the workplace, women are paid less than men in both rural and urban areas. Discrimination exists in access to employment, credit, and in family and property laws. Laws aimed at preventing employment discrimination, female bondage and prostitution, and the sadi are not always enforced. Women murder, usually referred to as dowry debts, are still evident. Domestic violence is commonplace, and more than half of women survived believe it is just justifiable and a normal part of married life. Not only does the male population exceed that of females, but India is also one of the few countries where men on the average live longer than women. To explain this anomaly, it has been suggested that daughters are more likely to be malnourished and to be provided with fewer healthcare services. Female infanticide, feticide is growing problem in a society or of a society that values sons over daughters. This is something, a passage. It's an average passage, not a tough passage. Now the deduction, I mean the rational inference here is, or radical inference here is, gender inequality is still prevalent in India at workplace, family and healthcare facility. Lifespan of men are greater than that of women because they practice self-care more than women. Then India will always be known as a patriarchal society. Domestic abuse is an everyday event for Indian society. Okay, so you see, India will always be known as a patriarchal society. Is that information somewhere you deduced from the passage? I'm asking you, is that information is deduced from the passage? You eliminated, because ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാസേജിൽ പറഞ്ഞിട്ടുണ്ടോ അതിനെ ബേസ് ചെയ്ത് മാത്രം നിങ്ങൾ ആൻസർ എടുത്താൽ മതി. വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട. വേറെ നിങ്ങൾ ലക്ഷ്മികാന്തിൽ പഠിച്ചതും ഡി ഡി ബസുവിൽ പഠിച്ചതും അല്ലെങ്കിൽ ബിബൻ ചന്ദ്രയിൽ പഠിച്ചതും NCERT പഠിച്ചതും ഒന്നും നിങ്ങൾ ഇവിടെ എടുക്കേണ്ട. പാസേജിൽ എന്താണോ പറഞ്ഞത് അത് മാത്രം എടുത്താൽ മതി. ഇനിയിപ്പോൾ അത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ കൂടി എന്താ പറയുക, ഒന്നും പേടിക്കാനില്ല. ഇൻഫാക്റ്റ് ആ പാസേജിനെ ബേസ് ചെയ്ത് മാത്രം നിങ്ങൾ കോംപ്രിഹെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ വളരെ ഈസി ആയിട്ട് എനിക്ക് പറയാൻ പറ്റും, യെസ്, ഡൽഹി ചോയ്സ് ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നു, സി ചോയ്സ് ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബി ചോയ്സ് ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നു. ലൈഫ് സ്പാൻ ഓഫ് മെൻ ആർ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വിമൻ ബിക്കോസ് ദേ പ്രാക്ടീസ് സെൽഫ് കെയർ മോർ ദാൻ വിമൻ.
സോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അവിടെ? It has been suggested that daughters are more likely to be malnourished and to be provided with fewer healthcare services. Okay, female infanticide and feticide is a growing problem in a society that values son over daughters. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? ലൈഫ് സ്പാൻ ഓഫ് മെൻ ആർ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വിമൻ ബിക്കോസ് ദർ പ്രാക്ടീസ്. അപ്പോൾ അങ്ങനെ ഒരു കറക്റ്റ് ഡിഡക്ഷൻ എനിക്ക് പാസേജിൽ കിട്ടുന്നേ ഇല്ല, ഞാനത് എലിമിനേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യ വിൽ ബി ഓൾവേസ് നോൺ ആസ്, അത് ഞാൻ എലിമിനേറ്റ് ചെയ്തു. ഡൊമസ്റ്റിക് അബ്യൂസ് ഈസ് ആൻ എവറി ഡേ ഈവൻറ്റ് ഫോർ ഇന്ത്യൻ സൊസൈറ്റി, എലിമിനേറ്റ് ചെയ്തു. എനിക്ക് കൃത്യമായിട്ട് പാസേജ് ആ മെസ്സേജ് കൺവേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് എലിമിനേറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ എനിക്ക് ലോജിക്കലി ഡിഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഐ വുഡ് ഗോ ഫോർ എ ദറ്റ് ഈസ് ജെൻഡർ ഇൻഇക്വാലിറ്റി ഈസ് സ്റ്റിൽ പ്രിവലന്റ് ഇൻ ഇന്ത്യ അറ്റ് വർക്ക് പ്ലേസ്, ഫാമിലി ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. ഓക്കെ, അത് മാത്രമാണ് എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരു ഇൻഫറൻസ്. ബാക്കിയൊന്നും യെസ്, ആ ഒരു പാസേജിൻ്റെ കോണ്ടസ്റ്റിന് പൂർണ്ണമായിട്ടും അതിനോട് പൂർണ്ണമായിട്ടും ജസ്റ്റിസ് ചെയ്യുന്ന ചോയ്സസ് അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അത് ഔട്ട് ഓഫ് ദ കോണ്ടസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ അതൊരു മിനിമൽ ഇൻഫർമേഷൻ ആയിരിക്കാം, ചിലപ്പോൾ അതൊരു ഒരു 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 സപ്പോർട്ടിങ് ഐഡിയ ആയിരിക്കാം, ചിലപ്പോൾ അതൊരു ഇൻഫറൻസിന് യോഗ്യമല്ലാത്ത ഒരു അസംഷൻ ആയിരിക്കാം. എന്തുമായിക്കോട്ടെ അതിനെയെല്ലാം ഞാൻ റിജക്റ്റ് ചെയ്തു. ഫൈനലി ഇവിടെ ലോജിക്കലി ഞാൻ ഡിഡക്റ്റ് ചെയ്യുന്ന ഒരേ ഒരു ഇൻഫറൻസ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ 4 ചോയ്സസ് അത് എ ആണ്. അപ്പോൾ പാസേജസ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാനപരമായിട്ട് ഫണ്ടമെൻ്റലായിട്ട് ശ്രദ്ധിക്കേണ്ട ചില ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പാസേജ് ഒരു കേക്ക് വോക്ക് ആയിരിക്കും. CSATൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ അത് ഒട്ടും ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത അല്ലെങ്കിൽ തള്ളിക്കളയാൻ പാടില്ലാത്തൊരു സംഭവമാണ്. കാരണം CSATൻ്റെ ഒരു മൊത്തം ക്വസ്റ്റ്യൻസിൻ്റെ 40% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കോംപ്രിഹെൻഷനാണ്. അത് മുഴുവനായിട്ട് നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ CSAT കരകയറാൻ ബുദ്ധിമുട്ടായിട്ട് മാറും. ഇൻഫാക്റ്റ് CSAT കയറിയില്ലെങ്കിൽ നമ്മൾ പ്രിലിംസിൻ്റെ പേപ്പർ 1ൽ 100, 120, 130 വാങ്ങുന്നത് കൊണ്ട് ഒരു കാര്യമില്ലാണ്ടായി പോകും. കാരണം CSAT ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ പേപ്പർ 1 പ്രിലിംസിലെ പേപ്പർ 1 ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇവിടെ ഒരു 67 മാർക്ക് എന്നുള്ളത് ഈവൻ ദോ അത് 67 മാർക്കാണ് എങ്കിൽ കൂടി ദാറ്റ് ഈസ് ക്രൂഷ്യൽ, ദാറ്റ് ക്വാളിഫൈങ് മാർക്ക് ഈസ് ക്രൂഷ്യൽ. അതിന് നിങ്ങൾ ഈ കോംപ്രിഹെൻഷനും റീസണിങ്ങും ആപ്റ്റിറ്റ്യൂഡും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനൊക്കെ ഈക്വൽ വെയിറ്റേജ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനിയും കൂടുതൽ പ്രാക്ടീസസ് ഉണ്ടാവും, ഇനിയും കൂടുതൽ പ്രാക്ടീസ് സീരീസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ട്സോ കൺഫ്യൂഷൻസോ എന്തുണ്ടെങ്കിലും യു ഫീൽ ഫ്രീ ടു കോൺടാക്ട് us ആൻഡ് വി ആർ സോ ഹാപ്പി ടു ഹെൽപ്പ് യു. ഓക്കെ, ആൻഡ് നിങ്ങളുടെ സജഷൻസ് ഒപ്പീനിയൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ യു ക്യാൻ ലീവ് യുവർ സജഷൻസ് ആൻഡ് ഒപ്പീനിയൻസ് ആൻഡ് ഫീഡ്ബാക്ക്. That's it. Thank you.